ഹായ് ഹലോ. അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അംശബന്ധവും അനുപാതവും. ഇതില് രണ്ട് ഫേസ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ തിരിക്കാം. ആദ്യ ഭാഗത്ത് റേഷ്യോയുമായി ബന്ധപ്പെട്ട കുറെ ബേസിക് കാര്യങ്ങളും ബേസിക് ടൈപ്പുകളും ഉണ്ട്. ഇതിന്റെ രണ്ടാം ഭാഗത്ത് മിശ്രിതങ്ങളുമായി ബന്ധപ്പെട്ട കുറെ കണക്കുകളുമുണ്ട്. അപ്പൊ അത് രണ്ടാം ഘട്ടം കുറച്ചുകൂടെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു മോഡലാണ്. ആദ്യ ഭാഗമൊക്കെ ഓക്കെയാണ്. അപ്പൊ ആദ്യ ഭാഗം നന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് ബേസ് കൺസെപ്റ്റ് അതിന്റെ ലോജിക്കുകളൊക്കെ, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോയി അതിലെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, ഫസ്റ്റ് പാർട്ട് വീഡിയോ. മക്കളെ, ഈ ചാപ്റ്റർ നമുക്ക് നല്ല പച്ചവെള്ളം പോലെ ക്ലിയർ ആയിട്ട് പഠിക്കാം. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വായോ, വേഗം ഓരോന്നായിട്ട് പഠിക്കാം. എന്താണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്? നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഒരു ചെറിയ കാര്യമാണ്, ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ മക്കളെ. എന്താണ് എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ? എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ അർത്ഥം എ ഡിവൈഡഡ് ബൈ ബി എന്നതാണ്. എ ഈസ് ടു ബിയുടെ അർത്ഥം എ ഡിവൈഡഡ് ബൈ ബി എന്നാണ്. അങ്ങനെയാണെങ്കിലേ ഇതാണ് നമ്മുടെ റൂള്. എക്സാമ്പിൾ പറഞ്ഞാൽ 2:3 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഡിവൈഡഡ് ബൈ 3 എന്നാണ് അർത്ഥം. 5:7 എന്താ അർത്ഥം? 5 ഡിവൈഡഡ് ബൈ 7 എന്നതാണ് അർത്ഥം, അല്ലേ? അപ്പൊ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഫസ്റ്റ് റൂള്, നമ്മുടെ ഫസ്റ്റ് ഗോൾഡൻ റൂൾ ഇതാണ്. എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളെ, എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി എന്നാണ് അർത്ഥം. ഈസ് ടു എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. ഓർത്തെ, ഈസ് ടു എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി. ഈ ചെറിയ കാര്യമാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ഒരു ബേസും വേണ്ട, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ബൈ ബി. അപ്പൊ ഈസ് ടു എന്ന് പറഞ്ഞാൽ എന്താ? ബൈ, ഹരിക്കാന്ന് അർത്ഥം. 2:3 അർത്ഥം എന്താ? 2/3. 5:7 അർത്ഥം എന്താ? 5/7. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെയാണ്. എങ്കിൽ കണക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഇതേ കേട്ടു, ഫസ്റ്റ് ടൈപ്പ് ചോദ്യം. നമുക്ക് ഇതിന് ടൈപ്പ് 1 എന്ന് കൊടുക്കാം. നമ്മുടെ ടൈപ്പ് 1 ഒന്നാമത്തെ ടൈപ്പ് ചോദ്യമാണേ. ചോദ്യം ഇതാണ്: 2:3 എന്ന അംശബന്ധത്തിന് തുല്യം അല്ലാത്തത് ഏത്? ഓക്കെ, ചോദ്യം 2:3 എന്ന അംശബന്ധത്തിന് തുല്യമല്ലാത്തത് ഏത്? തുല്യമായതല്ല കണ്ടുപിടിക്കേണ്ടത്, തുല്യമല്ലാത്തത്. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ ഓപ്ഷൻ എ ചെയ്താലോ? ഓപ്ഷൻ എ ചെയ്യാം. ഓപ്ഷൻ എ പറഞ്ഞേക്കുന്നത് 8:12 എന്നല്ലേ മക്കളെ? 8:12 എന്ന് പറഞ്ഞാല് 8 ഡിവൈഡഡ് ബൈ 12 എന്നല്ലേ അർത്ഥം? അങ്ങനെയാണെങ്കിൽ മുകളിലും താഴെ 4 വെച്ച് വെട്ടിയാൽ 2/3, അതായത് 2:3 എന്ന് കിട്ടിയില്ലേ? അപ്പൊ 8:12 എന്ന് പറഞ്ഞാൽ അത് 2:3 തന്നെയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വരാം. 3:4.5 എന്നല്ലേ? എന്താ അതിന്റെ അർത്ഥം? 3 ഡിവൈഡഡ് ബൈ 4.5 എന്നല്ലേ? മക്കളെ, ഈ 3നെയും 4.5നെയും 1.5 വെച്ച് വെട്ടിക്കളയാം. 3ൽ 1.5 2 തവണ, 4.5ൽ 1.5 3 തവണ. സോ ഇതും 2:3 എന്ന റേഷ്യോയിൽ തന്നെയാണല്ലോ. അപ്പൊ എന്താ ഓപ്ഷൻ സി? ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 10:15 എന്നല്ലേ? 10:15 എന്ന് പറഞ്ഞാൽ 10/15 എന്നാണല്ലോ അർത്ഥം. അപ്പൊ ഞാൻ ഇതിനെയും 10 മുകളിലും 15 താഴെയാണ്, രണ്ടും 5 വെച്ച് വെട്ടാം. ഇത് 2 തവണ, ഇത് 3 തവണ. അപ്പൊ അതും 2:3 തന്നെയല്ലേ? എന്നാ പിന്നെ ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 6:10 എന്നതല്ലേ? 6:10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6ഉം 10ഉം 2 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 3 തവണ, ഇത് 5 തവണ. ആൻസർ 3:5 എന്നല്ലേ കിട്ടുന്നേ? അപ്പം എന്താണ് 2:3ക്ക് തുല്യമല്ലാത്ത ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് 2:3ക്ക് തുല്യം അല്ലാത്തത്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഒരു ഹോട്ടൽ പണിക്കാരൻ ദോശയുണ്ടാക്കാൻ 75 കിലോഗ്രാം അരിയും 50 കിലോഗ്രാം ഉഴുന്നും എടുത്തു.
ഇവിടെ അരിയുടെയും ഉഴുന്നിന്റെയും അംശബന്ധം എത്ര? അതായത് 75 കിലോഗ്രാം അരി ഈസ്റ്റു 50 കിലോഗ്രാം ഉഴുന്ന്. ഇതിന്റെ റേഷ്യോ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. 75:50 എന്ന് പറഞ്ഞാൽ 75 ഡിവൈഡഡ് ബൈ 50 എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടിനെയും നമുക്ക് 25 വെച്ച് വെട്ടിക്കളയാം. 3:2 എന്ന് കിട്ടും. ഈ ചോദ്യത്തിന്റെ ആൻസർ 3:2 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. മുന്നോട്ട് പോവാം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ചോദ്യം: 500 ഗ്രാമും 5 കിലോഗ്രാമും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 500 ഗ്രാമും 5 കിലോഗ്രാമും തമ്മിലുള്ള അംശബന്ധം. മക്കളെ, ചോദ്യം 500 ഗ്രാമും ഈസ്റ്റു 5 കിലോഗ്രാമും തമ്മിലുള്ള അംശബന്ധം. ഈ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ് കുഞ്ഞുങ്ങളെ. 1 കിലോഗ്രാം 1000 ഗ്രാം. നമ്മളെ കടയിൽ നിന്നൊക്കെ സാധനമൊക്കെ മേടിക്കാറില്ലേ? 1 കിലോഗ്രാം 1000 ഗ്രാം ആണ്, അറിയാലോ. 1 കിലോഗ്രാം 1000 ഗ്രാം. അപ്പൊ ഇത് ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം നമ്മൾ ആദ്യം, എന്നിട്ട് വേണം കണക്ക് ചെയ്യാൻ, അല്ലേ? 1 കിലോഗ്രാമിലും 1 ഗ്രാമിലും കിടക്കുന്ന ഒരു യൂണിറ്റിലേക്ക് മാറ്റണം. 500 ഗ്രാം എന്നുള്ളത് ഞാൻ അങ്ങനെ തന്നെ എഴുതി 500 ഗ്രാം. 5 കിലോഗ്രാം എന്നുള്ളത് 1 കിലോഗ്രാം 1000 ഗ്രാം ആണെങ്കിൽ 5 കിലോഗ്രാം 5000 ഗ്രാം അല്ലേ മക്കളെ? അപ്പൊ 500 ഗ്രാം ഈസ്റ്റു 5000 ഗ്രാം. ഇപ്പൊ ഒരേ യൂണിറ്റ് ആയി. ഇനി 500 ഗ്രാം ഈസ്റ്റു 5000 ഗ്രാം എന്ന് പറഞ്ഞാൽ 500/5000 എന്നല്ലേ അർത്ഥം? ഈസ്റ്റു എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ എന്നാണല്ലോ അർത്ഥം. ആണ്. ഇനി സോൾവ് ചെയ്ത ഉത്തരമായി അല്ലേ? ഇങ്ങനെയാ സോൾവ് ചെയ്യണേ. സോൾവ് ചെയ്യാൻ കാര്യമായിട്ടൊന്നും അറിയണ്ട. ഈ 500ഉം ഈ 500ഉം വെട്ടിക്കളയാ 1 10 അല്ലേ? സോ 1/10 അതായത് 1:10 ആണ് ആൻസർ. 1/10 അതായത് 1:10 ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് നമുക്ക് കിട്ടുന്നത്. 1:10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും മുന്നോട്ട് പോവാം. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എ എന്ന് പറഞ്ഞാൽ 3 രൂപ 60 പൈസയാണെന്നും ബി എന്ന് പറയുന്നത് 90 പൈസയാണെന്നും പറഞ്ഞിട്ടുണ്ട്. A:B കാണാനാണ് ചോദ്യം, അല്ലേ മക്കളെ? അപ്പൊ എ 3 രൂപ 60 പൈസയാണ് എ. ഈസ്റ്റു ബി എന്ന് പറഞ്ഞാൽ 90 പൈസയാണ്. എങ്കിൽ A:B എത്ര? 3 രൂപ 60 പൈസ എന്ന് പറഞ്ഞാൽ 360 പൈസയാണ്. ആണോ? 90 പൈസ എന്ന് പറഞ്ഞാൽ 90 പൈസയാണ്. ഇപ്പൊ ഒരേ യൂണിറ്റിലേക്കാക്കി. 360:90 എന്ന് പറഞ്ഞാൽ 360/90 എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? ഈ 90 360 കൂടെ വെട്ടിക്കളയാ 9 4 36. ഇത് 1. ആൻസർ 4/1 അതായത് 4:1 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഒരേ യൂണിറ്റിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ആക്ച്വലി നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം. മുന്നോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കുഞ്ഞുങ്ങളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഒരു കൺസെപ്റ്റ് പഠിക്കണം. യെസ്, എന്താണ് അപ്പൊ ഇവിടെ പഠിക്കേണ്ട കൺസെപ്റ്റ്? ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ആദ്യം ഒരെണ്ണം പഠിച്ചു. ഇത് അടുത്ത കൺസെപ്റ്റ് ശ്രദ്ധിച്ചു. അതായത് മക്കളെ, A:B ഈക്വൽ ടു C:D എന്ന ഫോർമാറ്റിൽ, ഒന്നുകൂടെ പറയാം, A:B ഈക്വൽ ടു C:D എന്ന ഫോർമാറ്റിൽ ഒരു കണക്ക് സോൾവ് ചെയ്യേണ്ട വന്നാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കണം. A:B ഈക്വൽ ടു C:D എന്ന ഫോർമാറ്റിൽ ഒരു കണക്ക് സോൾവ് ചെയ്യേണ്ട വന്നാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഇത് തമ്മിൽ ഗുണിക്കണം. ഈക്വൽ ടു ഇത് തമ്മിൽ ഗുണിക്കണം. ഇതായിരിക്കണം അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതായത് AD ഈക്വൽ ടു BC എന്ന് എഴുതിയിട്ട് വേണം ഈ കണക്ക് നിങ്ങൾ ചെയ്യാൻ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം കറക്റ്റ് കിട്ടും. അതായത് മക്കളെ, നിങ്ങളോട് ഒരു ചോദ്യം വരുവാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരുവാണ്. ചോദ്യം ഇതാണ്: 2:3 ഈസ് ഈക്വൽ ടു 5:x. കണ്ടോ?
2:3 ഈസ് ഈക്വൽ ടു 5:x. ഇതാണ് ചോദ്യം. കണ്ടോ? നിങ്ങൾ നോക്കിയേ, ഇത് A:B ഈക്വൽ ടു C:D ഫോർമാറ്റ് അല്ലേ? ആണ്. അപ്പൊ ഇങ്ങനൊരു കണക്ക് വന്നാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചു. ഇങ്ങനെ വന്നാൽ മക്കളെ ആദ്യം ഇതും കൂടെ ഗുണിക്കണം. എത്രയാ? 2x. ഓക്കെ, പിന്നെ ഇതും കൂടെ ഗുണിക്കണം, ഈക്വൽ ടു 15. അപ്പൊ അതിൽ നിന്ന് എക്സ് നമുക്ക് കിട്ടും 15/2 7.5 കിട്ടും. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ 7.5. അപ്പൊ നമ്മളിപ്പോ പഠിച്ച റൂളിന് സ്യൂട്ട് ആകുന്ന ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ തന്ന ചോദ്യം. അപ്പം A:B കേട്ടോണം, A:B ഈക്വൽ ടു C:D എന്ന രീതിയിൽ ഒരു കണക്ക് സോൾവ് ചെയ്യേണ്ട വന്നാൽ AD ഗുണിക്കുക ഈക്വൽ ടു Bയും Cയും ഗുണിക്കുക. അതായത് 2:3 ഈക്വൽ ടു 5:x എന്ന രീതിയിൽ ഒരു കണക്ക് സോൾവ് ചെയ്യേണ്ട വന്നാൽ 2x ഗുണിക്കുക 3 ഗുണിക്കുക 2x ഈക്വൽ ടു 15, x ഈക്വൽ ടു 7. അപ്പം നമ്മൾ പറഞ്ഞ റൂള് മനസ്സിലായോ? നമ്മൾ പറഞ്ഞ റൂള് നന്നായിട്ട് പഠിച്ചോ? എന്താ റൂൾ എന്ന് പറഞ്ഞാൽ A:B ഈക്വൽ ടു C:D എന്ന ഫോർമാറ്റിൽ ഒരു കണക്ക് സോൾവ് ചെയ്യേണ്ട വന്നാൽ ആ കണക്ക് എങ്ങനെ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യണം? ഒന്നാമത്തെ നാലാമത്തെയും ഗുണിക്കുക AD ഈക്വൽ ടു രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗുണിക്കുക BC എന്ന് എഴുതി വേണം ആ കണക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. അപ്പം ഉദാഹരണം 2:3 ഈക്വൽ ടു 5:x എന്ന് വന്നാൽ ഞാൻ ആദ്യം ഇതും ഗുണിച്ചു 2x ഈക്വൽ ടു ഇതും ഗുണിച്ചു 15. അപ്പൊ x ഈക്വൽ ടു 7.5 എന്ന് കിട്ടി. അപ്പൊ ഈ റൂള് നല്ല ക്ലിയർ ആണ്, ആണോ? അങ്ങനെയെങ്കിൽ ഇതിനോട് ചേർത്ത് ഞാൻ അടുത്ത ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. ഒന്ന് തന്നെയാണ്, എന്നാലും ശ്രദ്ധിച്ച് കേട്ടു മക്കളെ. ഇനി അതേ ചോദ്യം ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. അതായത് ചോദ്യം വരുന്നത് A/B ഈക്വൽ ടു C/D എന്ന ഫോർമാറ്റിലാണ്. ഈ ഫോർമാറ്റിലാണ് ചോദ്യം വന്നേക്കുന്നതെന്ന് വിചാരിക്കുക. A/B ഈസ് ഈക്വൽ ടു C/D. ഇങ്ങനെ വന്നാൽ ഇത് ഇനി മുന്നോട്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യും? ആദ്യം ഇത് തമ്മിൽ ഗുണിക്കണം, അതായത് AD ഈക്വൽ ടു പിന്നെ ഇത് തമ്മിൽ ഗുണിക്കണം BC. ഇങ്ങനെ എഴുതി വേണം ഈ കണക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. AD ഈക്വൽ ടു BC എന്ന് എഴുതി വേണം കണക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കിയേ, എക്സാമ്പിൾ ഇതാണ്. 2/3 ഈക്വൽ ടു 2/3 ഈക്വൽ ടു 10/x. കണ്ടോ? 2/3 ഈക്വൽ ടു 10/x എങ്കിൽ എക്സിന്റെ വില കാണാം. കണ്ടോ? A/B ഈക്വൽ ടു C/D ഫോർമാറ്റ് അല്ലേ? ആണ്. അപ്പൊ ഇങ്ങനെ വന്നാൽ ഇത് മുന്നോട്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞേ. ഇത് തമ്മിൽ ഗുണിക്കണം ആദ്യം, 2x അല്ലേ, ഈക്വൽ ടു പിന്നെ ഇത് തമ്മിൽ ഗുണിക്കണം 3 × 10 30. 2x ഈക്വൽ ടു 30 എന്ന് കിട്ടും. എക്സിന്റെ വില 30/2 15 എന്നാണ് കിട്ടുന്നത്. കണ്ടോ? അപ്പം നമ്മൾ പഠിച്ച റൂള് കൺസെപ്റ്റ് എന്താണ്? A/B ഈക്വൽ ടു C/D എന്ന രീതിയിലാണ് ഒരു കണക്ക് മുന്നോട്ട് സോൾവ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം? ഇങ്ങനെ ക്രോസ് ചെയ്ത് AD ഈക്വൽ ടു BC എന്ന് എഴുതി വേണം കണക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. അപ്പൊ രണ്ടും ഒരേ കാര്യങ്ങളാണ് പറഞ്ഞത്. A:B ഈക്വൽ ടു C:D ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ 1 4 ഗുണിക്കുക 2 3 ഗുണിക്കുക അങ്ങനെ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യണം. അതേ ചോദ്യം തന്നെ A/B ഈക്വൽ ടു C/D ഫോർമാറ്റ് ആണെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് സോൾവ് ചെയ്യണം. ഇത്ര ഓക്കെ അല്ലേ മക്കളെ? നല്ല ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാനുള്ള കൺസെപ്റ്റ് ഒക്കെ കിട്ടി. കണക്ക് ചെയ്യാം. കണക്കിതാണ് 8:12 ഈക്വൽ ടു 16:x അല്ലേ? എങ്കിൽ എക്സിന്റെ വില കാണാനാണ് ചോദ്യം. ഇങ്ങനെ വന്നാൽ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇത് തമ്മിൽ ഗുണിക്കണം ആദ്യം, ശരിയാണോ? ഈക്വൽ ടു ഇത് തമ്മിൽ ഗുണിക്കണം. അപ്പൊ 8 × x 8x ഈക്വൽ ടു 12 × 16. 8x ഈക്വൽ ടു 12 × 16 എന്ന് വരും. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 12 × 16 /8 എന്ന് വരും അല്ലേ മക്കളെ? അങ്ങനെയാകുമ്പം ഇതും കൂടെ വെട്ടിപ്പോകും. 2 തവണ 12 × 2 24 എന്നാണ് നമുക്ക് ആൻസർ കിട്ടും. ഇനി നിങ്ങൾ ഓർക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 8ഉം
16ഉം നേരെ നേരെ വെട്ടിക്കളയാം 2 തവണ. കാരണം ഈ 8 ഇവിടെ ഗുണിക്കാനല്ലേ, ഇത് താഴേക്ക് ഹരിക്കാനല്ലേ പോകുന്നത്. ഹരിക്കാൻ പോകുന്നത് താഴെയും മുകളിലും കിടക്കുന്നത് വെട്ടിക്കളയാമെങ്കിൽ നിങ്ങൾക്ക് ഇതും വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ. എപ്പോഴും ഓർക്കുക, സമത്തിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എല്ലാം ഗുണിക്കാനാണെങ്കിൽ അവ തമ്മിൽ വെട്ടിച്ചെറുതാക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ വരുമ്പം ഈ 8ഉം ഈ 16ഉം വെട്ടിക്കളഞ്ഞ് ഇവിടെ 2 എന്ന് എഴുതി x=24 എന്ന് എഴുതുന്നതിന് തെറ്റില്ല, അത് കറക്റ്റാണ്. കാരണം ആ 8 താഴേക്കാണ് പോകുന്നത്. താഴെ പോകുന്നതിനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഇട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ വണ്ടി മുന്നോട്ട് പോകട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും പഠിക്കാം. ഈ 2 കൺസെപ്റ്റുകൾ ക്ലിയർ ആണല്ലോ നമ്മൾ പഠിച്ചത്. അത് രണ്ടും മറക്കരുത്. രണ്ടും ഒന്ന് തന്നെ, അത് 2 രീതിയിൽ പരീക്ഷയ്ക്ക് വരുമെന്നേ ഉള്ളൂ. A:B=C:D എന്ന് പറഞ്ഞാൽ AD=BC, A/B=C/D എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് AD=BC എന്ന് എഴുതി വേണം മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. ചോദ്യം ഇതാണ്: 3:5 = 27:x. കണ്ടോ, A:2B=C:D ഫോർമാറ്റ്. ഇങ്ങനെ വന്നാൽ ചെയ്യാൻ ആദ്യം ഇതും ഗുണിക്കണം, ഇതും ഗുണിക്കണം അല്ലേ. സോ 3x = 5 × 27 എന്ന് വരും. അത് ഗുണിക്കരുത്, ഈ 5 × 27 അങ്ങനെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ വന്നാൽ, ഞാൻ മുമ്പേ പറഞ്ഞു, ഇങ്ങനെ വന്നാൽ ഈ കിടക്കുന്നതും ഇവിടെ കിടക്കുന്നതും ലെഫ്റ്റും റൈറ്റും കിടക്കുന്നതും എല്ലാം ഗുണിക്കാനാണെങ്കിൽ വെട്ടിക്കളയാം. 3ഉം 27ഉം വെട്ടിക്കളയാം 9 കിട്ടും. അപ്പൊ എക്സിന്റെ വില 9×5 45 എന്നാണ് കിട്ടുന്നത്. ഈ ചോദ്യത്തിന്റെ ആൻസർ 45 ആണ് മക്കളെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 45. ചെയ്തത് നല്ല ക്ലിയർ ആണെങ്കിൽ വണ്ടി മുന്നോട്ട് പോകട്ടെ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്: 5:9 = x:27. നമുക്ക് എക്സിന്റെ വില കാണും. ഇതും കൂടെ ഗുണിക്കണം അല്ലെ, അതുപോലെ ഇതും കൂടെ ഗുണിക്കണം. സോ 5 × 27 = 9 × x എന്ന് കിട്ടും. എക്സ് കിട്ടാൻ ഇതും കൂടെ വെട്ടിക്കളയാമെന്ന് പറഞ്ഞു 3. അപ്പൊ എക്സിന്റെ വില 3 × 5 15 എന്നാണ് കിട്ടുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചേ. x:9 = 25:x എങ്കിൽ എക്സിന്റെ വില കാണണം. ആണല്ലോ, നമുക്കറിയാം ഇതും കൂടെ ഗുണിക്കണം, അതുപോലെ ഇതും കൂടെ ഗുണിക്കണം. x × x x² ആണ്, = 9 × 25 എന്ന് കിട്ടും അല്ലേ മക്കളെ. x² = 9 × 25 ആണെങ്കിൽ നമുക്ക് x² ഇങ്ങനെ എഴുതാം. 9 × 25 വേണമെങ്കിൽ അങ്ങ് ഗുണിക്കാം. അപ്പൊ 225 എന്ന് വരും അല്ലേ. അപ്പൊ എക്സിന്റെ വില കാണാൻ ഈ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ റൂട്ടിലേക്കാവും, √225 അല്ലേ. x² ആണ് 225. എക്സ് എന്ന് പറഞ്ഞാൽ √225 കേട്ടോ. എത്രയാ അത്? 15 എന്ന് കിട്ടും അല്ലേ. 15ന്റെ സ്ക്വയർ അല്ലേ 225. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് എത്രയാണ് കിട്ടുന്നേ? ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 15 എന്നാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ. അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറെ ഒരെണ്ണം, x² = 9 × 25 എന്നല്ലേ. സെപ്പറേറ്റ് ചെയ്താലും മതി. x = √9 × √25 അങ്ങനെ ചെയ്യാം. √9 3, √25 5, 3 × 5 15 അങ്ങനെയും ചെയ്യാം, തെറ്റൊന്നുമില്ല. ഗുണിക്കണം എന്നില്ല, ഗുണിക്കാതെയും ചെയ്യാം. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. 4:x = x:36. നമുക്കറിയാം എക്സിന്റെ വില കാണണം. ഇങ്ങനെ ഗുണിക്കുക, ഇങ്ങനെ ഗുണിക്കുക. 4 × 36 എന്ന് പറഞ്ഞാൽ 4 × 36 ആണ് ആദ്യം ചെയ്യേണ്ടത്. 4 × 36 = x × x x² വരും അല്ലേ. ഇത് 144 മക്കളെ. 144 = x² എന്ന് വരും. തിരിച്ചെഴുതാം. അപ്പൊ x = √144 എന്ന് വരും. എത്ര കിട്ടും ആൻസർ? √144 12 ആണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ 12 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 12. മുന്നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് മക്കളെ ചോദ്യം ഇതാണ്. പോയിന്റ് ഉള്ള സംഖ്യകളൊക്കെ തന്നേക്കുക അല്ലെ. നമുക്ക് നോക്കാം. 7:x = 17
17.5 17.5 ചെയ്താലോ? ചെയ്യാം. അതായത് സംഭവം ഒന്ന് തന്നെ, പക്ഷെ വാല്യൂസ് കുറച്ച് ബുദ്ധിമുട്ടാക്കി തന്നേക്കും. നമുക്കറിയാം ഇതും കൂടെ ഗുണിക്കണം, ഈക്വൽ ടു ഇതും കൂടെ ഗുണിക്കണം അല്ലേ? അപ്പൊ 7 ഇൻറ്റു 22.5 ഈക്വൽ ടു എക്സ് ഇൻറ്റു 17.5 ഇങ്ങനെയല്ലേ? അപ്പൊ എക്സ് കാണാൻ വേണ്ടി നമുക്കറിയാം 7 ഇൻറ്റു 22.5 താഴേക്ക് 17.5 വരും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. ഇനി വേണമെങ്കിൽ നമുക്ക് ആ പോയിന്റ് കളയാൻ മുകളിലും താഴെയും ഏതുകൊണ്ട് വെട്ടിക്കളയാം? ഏതുകൊണ്ട് ഗുണിക്കാം? 10 കൊണ്ട് ഗുണിക്കാം. ആണോ? ഓക്കെ. അപ്പൊ 7 ഇൻറ്റു 22.5 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 225 എന്ന് വരും. താഴെ 17.5 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 175 എന്ന് വരും. ഞാൻ ചെയ്തത് വേറെ ഒന്നുമില്ല, എനിക്ക് ആ പോയിന്റ് അവിടെ കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇനി പോയിന്റ് കിടന്നാലും കുഴപ്പമില്ല, ഈ 17-നെയും 22-നെയും 2.5 വെച്ച് വെട്ടിക്കളയാം. ഇനി അത് കൺഫ്യൂഷൻ ആവണ്ടാലോ എന്ന് ഓർത്താണ് ഞാൻ പോയിന്റ് കളയാൻ മുകളിലും 10 കൊണ്ട് താഴെയും 10 കൊണ്ട് ഗുണിച്ചു. കാരണം മുകളിൽ ഒരു പോയിന്റേ ഉള്ളൂ, താഴെ ഒരു പോയിന്റേ ഉള്ളൂ. 10 കൊണ്ട് ഗുണിച്ചാൽ പോയിന്റ് പൊക്കോളും. രണ്ടിടത്തും ഒരേ മാറ്റം വരുത്തിയത് കൊണ്ട് വേറെ പ്രശ്നമില്ല താൻ. ഓക്കെ. ഇനി ഞാൻ ചെയ്യുന്നത് വേറൊന്നുമില്ല, 175-ഉം 225-ഉം 25 വെച്ച് വെട്ടി. 175-ൽ 7 തവണ, 175-ൽ 7 തവണ, 225-ൽ 9 തവണ അല്ലെ, 200-ൽ 8 തവണ, 225 9. ഈ 7-ഉം 7-ഉം വെട്ടിപ്പോയി. ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് 9 എന്നാണ് കിട്ടുന്നത്. മക്കളെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ചെയ്തത് റെഡിയല്ലേ? നമ്മുടെ അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. ഓക്കെ, കണ്ടാൽ തന്നെ ചെറിയൊരു പേടി തോന്നും. നമുക്ക് നോക്കാം. യെസ്, 1/4 1/5 ഈസ് ഈക്വൽ ടു 1/12 x എന്നാണ് അല്ലേ? A:B = C:D ഫോർമാറ്റ. ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ട രീതി നമുക്കറിയാം. ആദ്യം ഇതും കൂടെ ഗുണിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതും കൂടെ ഗുണിക്കണം അല്ലേ? സോ 1/4 ഇൻറ്റു എക്സ്. ഓക്കെ, ഞാൻ അങ്ങനെ എടുത്ത് എഴുതാം. 1/4 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 1/5 ഇൻറ്റു 1/12 എന്ന് കിട്ടും അല്ലേ? അതായത് എക്സ് ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 16. 5 ഇൻറ്റു 12 ഗുണിക്കാനുള്ള നിയമം നേരെ ഗുണിക്കുക എന്നാട്ടോ. 1/60 എന്ന് കിട്ടും അല്ലേ? ഇങ്ങനെ വന്നാൽ ഇനി ചെയ്യാൻ നമുക്കറിയാലോ. നമുക്ക് എക്സ് അല്ലേ കാണണ്ടേ? വേണമെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി മക്കളെ. ഈ 4-നെ അങ്ങോട്ട് കൊണ്ടുപോവുക അല്ലേ? 4-നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എക്സ് ഈക്വൽ ടു ഹരിക്കാൻ കിടക്കുന്ന 4 മുകളിലേക്ക് വരും അല്ലേ? എക്സ് ഈക്വൽ ടു 4 മുകളിലേക്ക് വരുമ്പം 4/60 എന്ന് വരും. അതായത് 1/15 എന്ന് കിട്ടും. 1/15. ആൻസർ ഓപ്ഷൻ സി ആണ്, 1/15 എന്നാണ് വരുന്നത്. ചെയ്തത് ക്ലിയർ ആണോ? ഒന്നും ഇല്ലെന്നേ. ദേ എക്സ് അല്ലേ കാണണ്ടേ? എക്സ് കാണാൻ ഈ 4-നെ മുകളിലേക്ക് കൊണ്ടുപോയി അല്ലേ? അപ്പൊ ഇവിടെ ഹരിക്കാൻ കിടക്കുന്ന 4 ഇങ്ങോട്ട് ഗുണിക്കാനാവും. 4 ഇൻറ്റു 1/16 ആവും. അപ്പൊ 4/60 നമുക്ക് വെട്ടിക്കളയുമ്പോൾ 1/15 എന്ന് കിട്ടും എക്സിന്റെ വില. 1 ഡിവൈഡഡ് ബൈ 50. ചെയ്തത് സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇത് പല രീതി ചെയ്യാം. ഞാൻ ചെയ്ത ഒരു രീതി ഇത് മാത്രം. അതെ, ഇതും കൂടെ ഗുണിച്ചു മക്കളെ. ഇതും കൂടെ ഗുണിച്ചു. അപ്പോൾ 1/4 ഇൻറ്റു എക്സ് ഈക്വൽ ടു 1/5 ഇൻറ്റു 1/12 എന്ന് വരും. ഇങ്ങനെ വന്നാൽ നേരെ ഗുണിക്കണം എന്ന നിയമം. അപ്പോൾ x/4 ഈക്വൽ ടു 1/60. ഓക്കെ, ഇനി എനിക്ക് എക്സ് അല്ലേ കാണണ്ടേ? വേണമെങ്കിൽ ഇത് ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് എഴുതാം, തെറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഈ 4-നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എക്സ് മാത്രമായി. എക്സ് ഈക്വൽ ടു 4/60 എന്ന് വരും. അത് 1/15 ആണ്. അപ്പോൾ എക്സിന്റെ വിലയാണ് ചോദിച്ചേക്കുന്നത്, അത് 1/15 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. ചോദ്യം ഇതാണ്, y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 8 ആണ് എങ്കിൽ y ഈസ് ടു എക്സിന്റെ വില കാണണം. മക്കളെ, ഇവിടെ ഒരു ബ്രാക്കറ്റും കൂടെ കൊടുത്തേക്കാം. ഇത് നമ്മൾ പഠിച്ചതുപോലെ A/B ഈക്വൽ ടു C/D ഫോർമാറ്റ. A/B ഈക്വൽ ടു C/D ഫോർമാറ്റ. ഇങ്ങനെ വന്നാൽ ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ചെയ്യണം എന്നല്ലേ പഠിച്ചേ?
അങ്ങനെയാണെങ്കിൽ ഞാൻ 8 കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കണം അല്ലെ. 8 ഇൻറ്റു വൈ മൈനസ് എക്സ് ഈക്വൽ ടു, ഇനി എക്സ് ഇൻറ്റു 3 അല്ലേ ചെയ്യണ്ടേ, 3 ഇൻറ്റു എക്സ് അല്ലേ. ഈ 8 അകത്തേക്ക് ഗുണിക്കുമ്പോൾ 8 ഇൻറ്റു വൈ 8y മൈനസ് 8 ഇൻറ്റു എക്സ് 8x ഈക്വൽ ടു 3x എന്ന് വരും. ശരിയാണോ മക്കളെ? ഈ 8x സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം 8y ഈസ് ഈക്വൽ ടു 3x പ്ലസ് 8x എന്ന് വരും. അത് 11x ആണ്. 8y ഈക്വൽ ടു 11x ആണ്. ഇത്ര ഓക്കെ അല്ലേ? ഇനി ഞാൻ സൈഡിൽ ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കുന്നത്, എന്നാലും ജസ്റ്റ് ഇവിടെ കേട്ടു. 3a ഈസ് ഈക്വൽ ടു മക്കളെ 3a ഈസ് ഈക്വൽ ടു 2b. 3a ഈസ് ഈക്വൽ ടു 2b. ഈ ഫോർമാറ്റിൽ ഒരു കണക്ക് തന്നിട്ട് a ഈസ് ടു b എത്രയാണെന്ന് ചോദിച്ചാൽ, കണ്ടോ 3a ഈസ് ഈക്വൽ 2b, ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എന്നിട്ട് a ഈസ് ടു b ചോദിച്ചാൽ a കാണാൻ നിങ്ങൾ a അങ്ങ് മൂടി വെക്കുക, ബാക്കിയുള്ളത് എടുക്കുക. ബാക്കി 2 അല്ലേ, അതാണ് എയുടെ റേഷ്യോ. b കാണാൻ നിങ്ങൾ b അങ്ങ് മൂടി വെക്കുക, ബാക്കിയുള്ളത് എടുക്കുക, അത് 3 അല്ലേ, അതാണ് ബിയുടെ റേഷ്യോ. അപ്പോൾ a ഈസ് ടു ബിയുടെ വില 2:3 എന്ന് കിട്ടും. അടുത്തതൊന്ന് ശ്രദ്ധിച്ചേ 5c ഈക്വൽ ടു 2d. 5c ഈക്വൽ ടു 2d ഇങ്ങനെ തന്നിട്ട് c ഈസ് ടു d നമ്മളോട് ചോദിച്ചാൽ ചെയ്യാൻ, കണ്ടോ ഞാൻ പറഞ്ഞ പോലെ സിയുടെ റേഷ്യോ ആണ് c മൂടി വെക്കുക, ഓപ്പോസിറ്റ് ഉള്ള എടുക്കുക 2. ഡിയുടെ റേഷ്യോ ആണ് d മൂടി വെക്കുക, ഓപ്പോസിറ്റ് ഉള്ള എടുക്കുക 5. അപ്പോൾ അതേ ടെക്നിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ മേലെ മക്കളെ. ഇവിടെ 8y ഈസ് ടു ഈക്വൽ ടു 11x ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം y ഈസ് ടു എക്സ്. y ഈസ് ടു എക്സ് കാണാനാണ് ചോദ്യം. അപ്പോൾ y കാണാൻ yയുടെ ടൈം മൂടി വെക്കുക, ബാക്കി 11. ഈസ് ടു എക്സ് കാണാൻ എക്സിന്റെ ടൈം മൂടി വെക്കുക, ബാക്കി 8. ചെയ്തത് പക്കയാണോ, നല്ല ക്ലിയർ ആണോ, ഓക്കെ ആണോ മക്കളെ? അപ്പം ഇതൊന്ന് നമ്മളിനി മുന്നോട്ട് വരുമ്പോൾ ഇത് വീണ്ടും പഠിക്കും. ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതില്ലാതെയും ചെയ്യാൻ പറ്റും കേട്ടോ, ഇതില്ലാതെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, അത് പഠിക്കണമെന്ന്. 8y ഈക്വൽ ടു 11x എന്നല്ലേ ലാസ്റ്റ് വന്നേ. ഈ y ഈസ് ടു എക്സ്, അതായത് y ബൈ എക്സ് അല്ലേ കാണണ്ടേ. അപ്പോൾ വൈയുടെ താഴേക്ക് എക്സിനെ കൊണ്ടുവരിക, ഈ എക്സിനെ വൈയുടെ താഴേക്ക് കൊണ്ടുവരിക. 11ന്റെ താഴേക്ക് 8നെ കൊണ്ടുവരിക, 11/8. y ബൈ എക്സ് ഈക്വൽ ടു 11/8. അപ്പോൾ y ഈസ് ടു എക്സ് ഈക്വൽ ടു 11 ഈസ് ടു 8 കിട്ടും. അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് നിയമം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് മുന്നോട്ട് എന്തായാലും പഠിക്കും, അതുകൊണ്ട് ഇവിടെ തന്നെ അത് ഉൾപ്പെടുത്തി അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. മുന്നോട്ട് പോയാലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ചോദ്യം 3x പ്ലസ് 8 ഈസ് ടു, ഓക്കെ, 2x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 5:3 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ എക്സ് എത്ര എന്ന് കണ്ടുപിടിക്കണം. ഇത് ഏത് ഫോർമാറ്റാ? a ഈസ് ടു b ഈക്വൽ ടു c ഈസ് ടു d ഫോർമാറ്റ് അല്ലേ? ഇങ്ങനെ വന്നാൽ ഇതും കൂടെ ഗുണിക്കണം, ഇതും കൂടെ ഗുണിക്കണം എന്നല്ലേ പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ ഗുണിക്കുമ്പം എത്ര കിട്ടും മക്കളെ? 3 കൊണ്ട് ഗുണിച്ചാൽ 3 ഇൻറ്റു 3x പ്ലസ് 8 എന്ന് വരും അല്ലേ? ഈക്വൽ ടു 5 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ 5 ഇൻറ്റു 2x പ്ലസ് 3 എന്ന് വരും. ക്ലിയർ ആണല്ലോ? യെസ്. അകത്തേക്ക് ഗുണിക്കാം. 9x പ്ലസ് 24 ഈക്വൽ ടു 5 കൊണ്ട് ഗുണിക്കുമ്പം 10x പ്ലസ് 15 എന്ന് വരും അല്ലേ? നമുക്ക് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. 10x മൈനസ് 9x 1x എന്ന് കിട്ടും. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 24 മൈനസ് 15 9 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് 9 എന്ന് വരും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. എക്സിൻ്റെ വില 9 ആണ്. ചെയ്തതിൽ സംശയമൊന്നുമില്ലല്ലോ. കാൽക്കുലേഷൻസ് എല്ലാം ക്ലിയർ അല്ലേ? a ഈസ് ടു ബി ഈക്വൽ ടു c ഈസ് ടു d ഫോർമാറ്റ് ആണെന്ന് മനസ്സിലായി. ചെയ്യണം. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഇത് ചെറിയ വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചോണേ. എക്സ് ഈസ് ടു വൈക്ക് ഒരു വില തന്നിട്ടുണ്ട്. എത്രയാത്? 4:3 ആണ് എക്സ് ഈസ് ടു വൈയുടെ വില. എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് എക്സ് പ്ലസ് വൈ ഈസ് ടു എക്സ് മൈനസ് വൈയുടെ വില എത്ര? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. എക്സ് ഈസ് ടു വൈക്ക് ഒരു വില തന്നിട്ടാണ് ഇത് നമ്മളോട് ചോദിച്ചേക്കുന്നത്, ആണല്ലോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എക്സ് ഈസ് ടു വൈക്ക് ഒരു വില തന്നിട്ടില്ലേ? എക്സിൻ്റെ റേഷ്യോ 4 ആണെന്നും
വൈയുടെ റേഷ്യോ 3 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ റേഷ്യോ തന്നെ വിലയായിട്ട് അങ്ങ് കൺസിഡർ ചെയ്യുക. എക്സിന് 4 എന്ന വിലയും വൈക്ക് 3 എന്ന വിലയും ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുക, ഉത്തരം കണ്ടുപിടിക്കുക. അപ്പം എക്സ് ഈസ്റ്റ് വൈക്ക് ഒരു വില തന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ചോദ്യം വന്നാൽ, എക്സ് ഈസ്റ്റ് വൈക്ക് ഒരു വില തന്നിട്ട് ഇങ്ങനെ ചോദ്യം വന്നാൽ എക്സിൻ്റെയും വൈയുടെയും വില നേരെ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഈസ്റ്റ് വൈ ഈക്വൽ ടു ഒരു വില തരും. എന്നിട്ട് ഇതുപോലൊരു ഇക്വേഷൻ ചോദിച്ചാൽ എക്സിൻ്റെയും വൈയുടെയും വില അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആക്ച്വലി അത് റേഷ്യോ ആണ്, പക്ഷെ ഞാൻ അത് വിലയായിട്ട് അങ്ങ് അസ്യൂം ചെയ്യും. അപ്പം നിങ്ങൾ നോക്കിയേ, എക്സ് 4 വൈ 3, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 7 കിട്ടും. ഈസ് ടു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 1 കിട്ടും. ആൻസർ 7:1 എന്ന് കിട്ടും. ആൻസർ 7:1, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ കൂട്ടണം 7, എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ കുറയ്ക്കണം. ചെയ്തത് പക്കയാണോ കുഞ്ഞുങ്ങളെ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെയും x:y തന്നിട്ടുണ്ട്. x:y 3:2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചേക്കുന്നത് x² മൈനസ് y² ഈസ് ടു x² പ്ലസ് y²ന്റെ വിലയാണ്. ആണോ? x² മൈനസ് y². ഇവിടെ x:y വില തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിന് നമ്മൾ 3 എന്ന് കൊടുക്കണം, വൈക്ക് നമ്മൾ 2 എന്ന വില കൊടുക്കണം. x² എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ 9, y² എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4. അപ്പോൾ 9 മൈനസ് 4 ഈസ് ടു, ഇവിടെ x² എന്ന് പറഞ്ഞാൽ 9 പ്ലസ് y² എന്ന് പറഞ്ഞാൽ 4 ആണോ? അപ്പോൾ 5:13 എന്നാണ് ആൻസർ കിട്ടുന്നത്. 5:13. ഓപ്ഷൻ 5:13 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തത് ക്ലിയർ ആണോ? അപ്പം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴേ ഇത് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ആയോ? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ കുറേ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ബേസ് ആണ്, തുടക്കമാണിത്. 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, A:B എന്ന് പറഞ്ഞാൽ A/B ആണ്. 2:3 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. റെഡി അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു A:B = C:D എന്നൊരു ഫോർമാറ്റ് കണക്ക് ചെയ്യേണ്ട വന്നാൽ എയും ഡിയും ഗുണിക്കണം, ബിയും സിയും ഗുണിക്കണം. അങ്ങനെ വേണം കണക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. A/B = C/D എന്ന രീതിയിൽ ഒരു കണക്ക് സോൾവ് ചെയ്യേണ്ട വന്നാൽ AD = BC എന്ന് എഴുതി വേണം കണക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. ഈ 3 റൂളിനെ ബേസ് ചെയ്തുള്ള കണക്കുകളാണ് ഫസ്റ്റ് ടൈപ്പ് 1-ൽ നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഒരു ടൈപ്പേ പഠിച്ചുള്ളൂ, പാർട്ട് 1 വീഡിയോയിൽ. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എങ്കിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം. ടാറ്റാ.